ഞാൻ കെ.പി. ഭാസ്കരൻ കാവുങ്കൽ. ഞാൻ ജീവിതകാലത്തിൻ്റെ പരിചയപ്പെട്ടിട്ടുള്ള 9 നന്മ നിറഞ്ഞ ആൾക്കാരെ പറ്റിയുള്ള വിവരണമാണ് ഈ പുസ്തകത്തിൽ. പത്മശ്രീ മധു, ശ്രീ സത്യൻ, പത്മശ്രീ ഗോപിനാഥൻ നായർ, കവി ചുനക്കര രാമൻകുട്ടി, പത്മശ്രീ ശങ്കർ, ഡോക്ടർ M.A. കരീം, സുപ്രസിദ്ധ സാഹിത്യകാരൻ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ശ്രീ ചർച്ചാവേദി ബാബു, B.R.T. തോമസ് എന്നീ 9 പേരെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. മാത്രമാക്കി ഉന്നത പീഠത്തിലിരിക്കാൻ എന്നും കല്ലുകൾ വേണം. ചിറകുകളും കല്ലുവെട്ടിയുണ്ടാക്കിയ പാതകൾ താണ്ടാനൊരുങ്ങുമ്പോൾ കടന്നു വന്നതാം വഴികളെ ഓർക്കണം. താളുകൾ മറിഞ്ഞു പോകുമ്പോഴോ പൊതുവെ കൊട്ടകൾ കളിച്ചതാം പൂളിന്റെ നടത്തിടുന്നു. വാനിലെ പൊന്മുകിൽ മാഞ്ഞുപോയല്ലോ, ഇനി നീ തിരികെ എത്തിയിടുകില്ലേ? നിന്നോട് ഞാൻ ചെയ്തോരപരാധമെന്തെന്ന് ഇനി നീ വിചാരിയിടുകില്ലേ? മന്ദാരം കണ്ണാ, ഞങ്ങൾ നിൻകായാമൂടൽ കണ്ണീർ കൊണ്ട് കുളിപ്പിക്കാം. വിശ്വപിതാവാം നീ ഞങ്ങളുടെ കൊച്ചു കിടാവായി വന്നല്ലോ. കരിമ്പടം കൊണ്ടാരോ ഭൂവിനെ മൂടി പുറപ്പിച്ചിടുമ്പോഴും പകലിൻ പ്രകാശ വിളംബര സൂചിക അക്ഷരസമ്പാദ്യം മാത്രമായി മാറുമോ? ആയില്ലൊരു ജന്മ സന്ദേശം ചോദിച്ചു, ഇച്ഛപോലോമന പുത്രനെ കിട്ടിയില്ലേ? എത്രയോ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം, പുത്ര സൗഭാഗ്യം മഹാഭാഗ്യമോർത്തു ഞാൻ. അപ്പൂപ്പനാക്കിയൊന്ന് പേരക്കിടാങ്ങളോടൊപ്പം ഉണ്ണിയും ചെക്കനും കൊണ്ടുവച്ച് എഴുതി പാസ്സായ ആളാണ് കേട്ടോ. പുസ്തകം എഴുതിയ ആളാണ്. അതിവിടെ പുസ്തകം രചന അവിടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ പ്രോഗ്രാമിന്റെ പ്രാരംഭമായിട്ട് വേറിട്ട വ്യക്തികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. 9 പേരെക്കുറിച്ച് നമുക്കറിയാവുന്ന, പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന 9 പേരെക്കുറിച്ചുള്ള
ലഘു ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. കുങ്കുമം, കേരള ദേശം, ജ്ഞാന കുമാരി, അൽപാക്കനാർ, മാതൃഭൂമി എന്നീ വാരികകളിലും പത്രങ്ങളിലുമൊക്കെ നിരന്തരമായി അദ്ദേഹം കാർട്ടൂണുകൾ വരച്ചു വരുന്നു. കടന്നിരിക്കുകയാണ്. ഈ 2026 കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം ഇത് റോബോട്ടുകളുടെ കാലമായിരിക്കും എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഓരോ നിമിഷവും ഓരോ ദിവസവും അത് കാപ്പി വേണ്ട ചായയാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ആ യന്ത്രമനുഷ്യൻ എന്നോട് കാപ്പി ചോദിക്കില്ല, പിന്നെ ചായ മാത്രം. മനുഷ്യർ തമ്മിലുള്ള അടുക്കുകയും ഞാൻ അവിടെ വെച്ചത് മറിച്ച് നോക്കിയപ്പോൾ ഈ സംസ്കൃതി ഭവനിലെ ഉണർവ് എന്ന് പറയുന്ന സംഘടന പറഞ്ഞതാണ്. കാര്യതയായതുകൊണ്ട് അത് മാത്രം ഞാൻ പറയുന്നുമുണ്ട്. ഒരു നടൻ ആരായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു തന്നത്. ഒരു കഥയിൽ അക്കാലത്തൊക്കെ കഥയാണ് ഡാവിഡ് ബേക്കർ ഇന്ത്യയിലേക്ക് വരുന്നത്. കാര്യം ഇന്ത്യയുടെ ദരിദ്ര അവസ്ഥ കാരണം അവരവരുടെ അനുഭവങ്ങളാണ്, അവരവർക്ക് തോന്നുന്നതാണ് ഇതിലെഴുതുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് മറ്റുള്ളവരോട് അതിലില്ല, സമൂഹത്തിനോടും ഇല്ല എന്നുള്ളതാണ് പരിചയം. അതിപ്പോഴും തുടങ്ങിയാലേ നെല്ലാൻഡ് സ്റ്റുഡിയോയിലെ നിർബന്ധമല്ല, 10,000 അതിന്റെ ചെറുപ്പത്തിലേക്ക് കൂടി കടക്കാമായിരുന്നു. പക്ഷെ അത്രയും വലിയ പിന്തുണയായിരുന്നു. അവരുടെ പേര് എവിടെയെങ്കിലും സൂചിപ്പിക്കാമായിരുന്നു എന്നാണ്